തൃശൂർ പൂരത്തിൽ ആനച്ചന്തത്തിനെ അഴകുപകരാൻ ആലവട്ട ചാമരങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. പാരമ്പര്യ പൈതൃക തനിമയിൽ പുതുമ നിറഞ്ഞ ആനച്ചമയങ്ങളാണ് പൂരം നാളിൽ ആനപ്പുറമേറാൻ ഇത്തവണയും അണിയറയിൽ സജ്ജമാക്കിയിട്ടുള്ളത്. മറ്റു പൂരങ്ങളെ അപേക്ഷിച്ച് തൃശൂർ പൂരത്തിന് ഒരുക്കുന്ന ആലവട്ട ചാമരങ്ങൾക്ക് പ്രത്യേകതകളേറെയാണ്. ഓരോ വർഷവും പുതുമ നിറഞ്ഞ ആലവട്ട ചാമരങ്ങളാണ് തൃശൂർ പൂരത്തിൽ ആനപ്പുറമേറുക. തൃശൂർ പൂരത്തിന് വർണ്ണക്കൂടകൾക്കൊപ്പം പ്രധാനമാണ് ആലവട്ട ചാമരങ്ങൾ. പൂരം നാളിൽ കരിവീരിന് അഴകേറ്റുന്ന ആലവട്ടത്തിന്റെയും വെൺചാമരത്തിന്റെയും കൈപ്പിഴ കൂടാതെയുള്ള അവസാനഘട്ട മിനുക്കുപണിയിലാണ് പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ. അരനൂറ്റാണ്ടിലധികമായി പാറമേക്കാവിനു വേണ്ടി ആലവട്ട ചാമരങ്ങളുടെ അമരസ്ഥാനത്തുള്ളത് ചാത്തനാത്ത മുരളീധരൻ മാഷാണ്. പാരമ്പര്യം കൈവിടാതെ പുതുമ നിറഞ്ഞ ആലവട്ടങ്ങളാണ് മാഷ് ഓരോ തവണയും പൂരത്തിനായി ഒരുക്കുക. ഈ വർഷത്തെ പുതുമ എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ മടിയിലേക്കകത്ത് ഇരിക്കുന്നത് കോലം വയ്ക്കുന്ന ആനയുടെ കൂട്ടാനയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആലവട്ടമാണ്. ഈ സ്പെഷ്യൽ ആലവട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നെറ്റിപ്പട്ടത്തിൻ്റെ മുക്കുണ്ടവും ചുഴൽപ്പൊളിയും, അതുപോലെ തന്നെ രണ്ടാമത്തെ വളയത്തിൽ മുന്തിരിവള്ളിയും അവസാനത്തെ വളയത്തിൽ മുന്തിരിവള്ളിയും അതിൽ ചെറിയ നഗവടവും കൂടി വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആകർഷകമാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഈ വർഷം നടത്തിയിരിക്കുന്നത്. എഴുന്നള്ളിക്കുന്ന ആനയുടെ ആലവട്ടത്തിൻ്റെ പ്രത്യേകത 16 പരമശിവന്റെ ശൂലം വെച്ചുകൊണ്ട് അതെല്ലാം സ്വർണ്ണമയമായിട്ട് ഉള്ള രീതിയിൽ ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കോലത്തിന്റെ പൂവ് അതിനകത്ത് വെച്ചിട്ടുണ്ട്, അരിക്കവടി വെച്ചിട്ടുണ്ട്. സാധാരണ ആലവട്ടം എന്ന് പറഞ്ഞ 12 ജോഡിയിൽ ഇവിടെ പ്രധാനമായിട്ടും ശംഖും ഒറ്റത്തണ്ടും ആണ് മയിൽപ്പീലി കൊണ്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ബാക്കിയുള്ളത് ഇടത്തരം നാഗപടം, അതുപോലെ തന്നെ ചില്ല്, ഒരു ഗോപിയുടെ ചില്ല്, അതും അതുപോലെ തന്നെ കമ്പിളി നൂലാണ് ഇതിനകത്ത് ചുറ്റിയിരിക്കുന്നത്. അത് ഇളം പച്ചയും അതുപോലെ തന്നെ പിങ്ക് കളറുള്ള കമ്പിളി നൂല് ചുറ്റിക്കൊണ്ട് 12 ജോഡി. 15 ജോഡി ആലവട്ടങ്ങളാണ് ഒരു വിഭാഗത്തിനുണ്ടാവുക. പൂരത്തിന് 4 മാസം മുൻപേ തന്നെ ആലവട്ട നിർമ്മാണം ആരംഭിക്കും. നടുവിലെ ആനയ്ക്ക് സ്പെഷ്യൽ ആലവട്ടവും ഇടത്തേ പറ്റും വലത്തേ പറ്റുമുള്ള ആനകൾക്ക് മറ്റാനകളിൽ നിന്നും വ്യത്യസ്തമായുള്ള ആലവട്ടങ്ങളുമാണ് നൽകുക. തിരുവമ്പാടിക്ക് വേണ്ടി കണിമംഗലം സ്വദേശി കടവത്ത് സുജിത്താണ് ആലവട്ട ചാമരങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ചെറുപ്പം മുതലേ അച്ഛനോടൊപ്പം ആലവട്ട ചാമര നിർമ്മാണത്തിൽ സജീവമായിരുന്ന സുജിത്ത് ഇത് 4ാം വർഷമാണ് തിരുവമ്പാടിക്ക് വേണ്ടി ആനച്ചമയ നിർമ്മാണത്തിൽ നേതൃസ്ഥാനം വഹിക്കുന്നത്. പൈതൃകമായി കിട്ടിയ ദൗത്യം ചിട്ട തെറ്റാതെ പുതുമകൾ സമ്മാനിച്ചാണ് ഇത്തവണയും ഒരുക്കിയിട്ടുള്ളത്. ഇപ്രാവശ്യം തിരുവമ്പാടിക്ക് 15 ജോഡിയും ആലോട്ടങ്ങളുടെയും പണി ഏകദേശം പൂർത്തീകരിച്ചു. മെയിൻ നടുക്കിൽ നിൽക്കുന്ന ആനയ്ക്കാണ് സ്പെഷ്യലായ ആലോട്ടങ്ങളായിട്ട് പണിതിട്ടുള്ളത്. ഒരു ചന്ദ്രക്കല രൂപത്തിലാണ് അതിൻ്റെ പണി. ചന്ദ്രക്കല കൂടാതെ ഒരു സ്പെഷ്യൽ പൂക്കളാണ് എല്ലാം പിടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ സാധാരണ ആലോട്ടാണെങ്കിൽ മയിൽപ്പീലി തണ്ടാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് എല്ലാ പൂക്കളും അതുമേ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. പിന്നെ ഇടത്തെ കൂട്ടിനും വലത്തെ കൂട്ടിനും അതേപോലെ ഒരു വ്യത്യസ്ത മാതൃകയിൽ ഗോളാകൃതിയിലുള്ള ഒരു ഡിസൈനിലാണ് പണിതിട്ടുള്ളത്. ആലവട്ടം പോലെ തന്നെ വ്യത്യസ്തമാണ് തൃശൂർ പൂരത്തിന് വെൺപ്രഭ ചൊരിയുന്ന വെഞ്ചാമരങ്ങളും. സാധാരണ പൂരങ്ങളിൽ നിന്ന് വിഭിന്നമായി തൃശൂർ പൂരത്തിന് ഉപയോഗിക്കുന്ന ചാമരങ്ങൾക്ക് 6 കിലോയോളം തൂക്കം വരും. എഴുന്നള്ളിപ്പുകളിൽ മേളത്തിനും പഞ്ചവാദ്യത്തിനും താളാത്മകമായി വീശുന്ന ആലവട്ട ചാമരങ്ങൾ പൂരാവേശം കാണികളിൽ ആവോളം നിറയ്ക്കുന്നതാണ്. പാണ്ഡ്യമേളത്തിന്റെ രൗദ്രതയിൽ തൃശൂർ പൂരം കൊട്ടിക്കയറുമ്പോൾ ആനപ്പുറമേറുന്ന ആലവട്ട ചാമരങ്ങൾ കാണികൾക്ക് സമ്മാനിക്കുന്നത് പൂരത്തിന്റെ മതിവര കാഴ്ചകളാണ്. പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും അണിയറയിൽ ആലവട്ട ചാമരങ്ങൾ സജ്ജം. ഇനി കാത്തിരിപ്പാണ്, പൂരത്തിനായുള്ള കാത്തിരിപ്പ്. ക്യാമറമാൻ ഷിബി പോട്ടോറിനൊപ്പം ലിറ്റി ജേസൺ, TCV ന്യൂസ്.